കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സമരവുമായി CITU. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് സമരം. 3 ഘട്ടമായി സമരം നടത്തുമെന്നും 3ാം ഘട്ടത്തിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഓൾ കേരള വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ KK ദിവാകരൻ പറഞ്ഞു. LDF മന്ത്രിയാണെന്ന് ഗണേഷ് കുമാർ ഓർക്കണം. മന്ത്രിയെ നിയന്ത്രിക്കണം. തൊഴിലാളികൾ വിചാരിച്ചാൽ മന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നും ദിവാകരൻ വെല്ലുവിളിച്ചു. കെ.ബി. ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി ശത്രുക്കളെ പോലെയാണ് തൊഴിലാളികളെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അതിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന കാര്യം ഇടയ്ക്കോർക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തത്? ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 21 ഇറങ്ങിയ സർക്കുലർ പിൻവലിക്കണം. ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ ആരും മുതലാളിമാരല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകൾ തന്നെയാണ് തൊഴിലാളി തന്നെയാണ് മുതലാളി. വേറെ വ്യത്യാസമില്ല. അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കുലറിന്റെ അനിവാര്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത് തെറ്റാണെന്നറിയാം, പക്ഷേ മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ്. ഇങ്ങനെ മുന്നോട്ടു പോകുന്ന ഈ മന്ത്രിയെ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയും. അതിനു മുന്നോടിയായിട്ടാണ് ഈ സമരം. ഇത് 1ാം ഘട്ട സമരമാണ്. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 3 ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. അങ്ങനെ സുഖിച്ച് വീട്ടിലിരിക്കേണ്ട. ഞങ്ങളുടെ ശബ്ദം എന്താണെന്ന് കേൾക്കണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ അത് നന്നായി കേൾപ്പിക്കാൻ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. 3ാം ഘട്ട സമരം. ഗതാഗത മന്ത്രിയാണെങ്കിലും അങ്ങനെ വലിയ ഗതാഗതം നടത്തേണ്ട. അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനം തടയാനാണ് തീരുമാനമെന്നും ദിവാകരൻ പറഞ്ഞു.